സോ ഗൈസ്, ജോർജ് ചീപ്പാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഗ്രോസറി റേറ്റ് INR റേറ്റിൽ കണ്ടാൽ തന്നെ നിങ്ങൾ ഷോക്കായി പോകും. അത് ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു കണ്ടൻറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ജോർജിയയിലെ ഗ്രോസറി റേറ്റ് നമ്മളൊന്ന് INR കൺവേർട്ട് ചെയ്തിട്ട് എത്രയാവുന്നു, ഇവിടെ ജീവിക്കാൻ എളുപ്പമാണോ ഇല്ലയോ എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ നോക്കുന്നത്. ഇപ്പം ഇന്നിവിടെ ഇന്നലെ വരെ മഴയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് പോവുക. ഗ്രോസറി ഇപ്പോൾ വാങ്ങില്ല, ആദ്യം ജിമ്മിൽ പോവും. ജിമ്മിൽ പോയി വന്നതിന് ശേഷം ഞാൻ ഗ്രോസറി വാങ്ങാൻ പോകും. മേ ബി മുടിയും ചിലപ്പോൾ വെട്ടാൻ ചാൻസ് ഉണ്ട്. നാളെ മുതൽ മുടിയും കൂടെ കട്ടാവും. നിങ്ങളെ ബിയേഡിൻ്റെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ മാക്സിമം കണ്ടില്ലെങ്കിൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഗ്രോസറി എങ്ങനെയാണ് റേറ്റ്, ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. ഞാനപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു നല്ലൊരു മാർക്കറ്റിൽ തന്നെ പോവും. ഫ്രഷ്കോ എന്ന് പറയും ഇവിടുത്തെ ഒരു മാർക്കറ്റ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഔട്ട് സൈഡിൻ്റെ ഇതും കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. അതിന് എന്തായാലും നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഫ്രഷ്കോ. ഇത് ഫുള്ള് ഫ്രഷ്കോ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് സാധനം വാങ്ങുന്നത്. നമുക്ക് അകത്തോട്ട് പോവാം. അകത്തോട്ട് കയറുമ്പോൾ ഇതാണ് എൻട്രൻസ്. നമ്മൾ ഫുൾ സാധനങ്ങളാണ് ഇതിൽ. ഫ്രഷ് ഐറ്റംസ്, ഷുഗർ ഫ്രീ ആണെങ്കിലോ എല്ലാ വെജിറ്റബിൾ, ഫുൾ പാത്രം കാര്യങ്ങളെല്ലാം കിട്ടും. എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ ആക്സസബിളാണ്. ഇന്ന് വാങ്ങിച്ച ഗ്രോസറീസ്, ഇത്രയും കുറേ സാധനങ്ങളാണ് ഇന്ന് വാങ്ങിച്ചത്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് റേറ്റ് പറഞ്ഞുതരാം എത്രയായത്. ഇതാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. പിന്നെ ചിക്കനും കൂടെ ഉണ്ട്, അത് ഞാൻ വെച്ചായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലെത്തി. സാധനമെല്ലാം വാങ്ങിച്ച് ആ സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് കടയിലും കാര്യങ്ങളും മാത്രമേ കാണിക്കാൻ പറ്റൂ. അത് നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. അത് വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അത് നമുക്ക് വീട്ടിലെത്താൻ തന്നെ കുറച്ച് സമയം എടുക്കും. പിന്നെ ഞാൻ മുടി വെട്ടി, അതിൻ്റെയൊക്കെ കുറച്ച് സമയം പോയി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ എന്തായാലും കാണിക്കാം. ഇവിടെ കുറേ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ചത് ഒരു ഫ്രഷ്കോ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്. പിന്നെ അല്ലാതെ ഒറീന ബീജി ഉണ്ട്, പിന്നെ നിക്കോറ എന്ന് പറഞ്ഞ ഇതുണ്ട്, പിന്നെ കാലാത്തിയുണ്ട്, സ്പാറുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം ഞാൻ വാങ്ങിച്ചത് നിക്കോറ, ഫ്രഷ്കോ, ഒറീന ബീജി. അവിടെ നിന്ന് 3 വാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ കാണിക്കും. മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചത് ഫ്രഷ്കോ എന്നാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്തൊക്കെ സാധനത്തിനാണ്, എന്തൊക്കെ വിലയാണ്, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റിനെയും കാണിച്ചു തരാം ഞാൻ. എന്താ പാല്, ഇവിടുത്തെ പാലാണിത്. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ വില പറഞ്ഞത് 5 ജെല്ലാണ്. ഇത് ഇടയ്ക്ക് ഓഫറിൽ വരും, പക്ഷേ ഇത് 5 ജെല്ലാണ്. 5 ജെല്ലാകുമ്പോൾ ഏകദേശം നമ്മളെ നാട്ടിലെ 150 റുപ്പീസ്, 150-160 റുപ്പീസ് അപ്രോക്സ് വരും ഈ പാലിൻ്റെ റേറ്റ്. പിന്നെ ഞാൻ പ്ലം വാങ്ങിച്ചായിരുന്നു. ഇവിടെ പ്ലം കിട്ടും. അപ്പോൾ അത് അവർ എഴുതിയിരിക്കുന്ന വില, ഇത് 500 ഗ്രാം, ഏകദേശം 400 ഗ്രാമിന് 5 ജെല്ല്, അത് 160 അപ്രോക്സ് വരുന്നുണ്ട്. 4.94 നേരെ വോട്ട് 5 ജെല്ല് വരുന്നുണ്ട് അതും. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് നമ്മളെ പരിപ്പ്, നാട്ടിലെ പരിപ്പ്. ഇത് ഏകദേശം ഓഫറിനുണ്ടായിരുന്നു, അതുകൊണ്ട് 3 നാട്ടിലെ 100 രൂപ വരും ഇത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു കുക്കി വാങ്ങിച്ചതാണ്. അത് ഷുഗർ ഫ്രീ ആണ്. ഞാൻ ജിമ്മിൽ പോകുന്നത് ഷുഗർ കട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം, ഇത് നോ ഷുഗർ ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല വിലയുണ്ട്. ഏകദേശം 11 ജെല്ല് വരുന്നുണ്ട്. 11 ജെല്ല് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 350 രൂപ നാട്ടിലെ ഈ ഒരു കുക്കിക്ക് വരും. അതും 5-6 പീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അത് നിങ്ങൾ നോക്കാൻ. പിന്നെ ഇതൊരു യോഗേർട്ടാണ്, മാംഗോയും പൈനാപ്പിളും ഉള്ള മിക്സുള്ള യോഗേർട്ട്. ഇത് 100 രൂപ വരും. ഇത് ഈ ചെറിയ സാധനത്തിന്. പിന്നെ ഇത് പീനട്സ് ആണ്, ഇവിടുത്തെ പീനട്സ്. അപ്പോൾ ഇത് വരുന്നത്, ഇതിന് തന്നെ 2 ഉണ്ട്. ഇതും വരുന്നത് 70 റുപ്പീസാണ് ഒരു ചെറിയ ഇതിന്. 70 വരും.
2 പാക്കറ്റിനൂടെ 70. അങ്ങനെ ലാസ്റ്റ് ഞാൻ ബില്ല് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വാങ്ങിച്ചത് ആപ്പിളിന് 6 ജെല്ലാണ് റേറ്റ്. എത്ര ഇത് 1 കിലോ 6 മീൻസ് ഒരു 200 രൂപ 1 കിലോ ആപ്പിളിന് വില. നാട്ടിലൊക്കെ എത്ര രൂപയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ ഓറഞ്ച് എടുത്തായിരുന്നു. ഇതൊരു 1 കിലോ 300 ഗ്രാം ഉണ്ട്. അത് 250 രൂപ 1 കിലോ 300 ഗ്രാമിന് 250 രൂപയാണ് ഇതിൻ്റെ വില. ഇത്ര സാധനമാണ്. പിന്നെ ഇത് 1 കിലോ സവാളയ്ക്ക് ഏകദേശം നാട്ടിൽ എത്രയാണ് വരുന്നത്? നാട്ടിൽ ഇപ്പം ഇടയ്ക്ക് 5 കിലോ 100, 3 കിലോ 100 അങ്ങനെയൊക്കെ എഴുതിക്കുന്നത്. ഇത് 1 കിലോ 60 രൂപയാണ്. 1 കിലോയ്ക്ക് 60 രൂപ. ശരി, ഇത് നമ്മളെ ക്യാപ്സിക്കം. അത് ഏകദേശം 3 ജെല്ലിട്ടിരിക്കും. 400 ഗ്രാം 100 രൂപ ഇത്. പിന്നെ നമ്മളെ മുളക് വാങ്ങിച്ചായിരുന്നു, ഗ്രീൻ ചില്ലി. അപ്പോൾ അത് 236 ഗ്രാം ഉണ്ട്. 236 ഗ്രാം 2.5 ജെല്ലാണ്. 2.5 ജെല്ല് എന്ന് പറയുമ്പോൾ ഏകദേശം 2.5 ജെല്ല് ഒരു 80 രൂപ. 80 രൂപയാണ് ഈ ഒരു ഇതിന് ചില്ലിക്ക്. പിന്നെ പഴം നിങ്ങൾക്ക് ഇത് 5 ജെല്ല് 1 കിലോ പോലും ആയില്ല. 900 ഗ്രാം ഏകദേശം 180 രൂപയാണ്. നാട്ടിലൊക്കെ എന്ത് ലാഭമാണ്. ഇതൊക്കെ ഇവിടെ ഭയങ്കര പാടാണ്, വിചാരിക്കും പോലെയല്ല. പഴം പിന്നെ ഒരേ തരം പഴമേ ഉള്ളൂ കേട്ടോ ജോർജിയിൽ. നമ്മൾ മോറിസ് പോലെ ഇരിക്കും, മോറിസ് പഴം പോലെ. പിന്നെ ഗാർലിക്ക് 150 ഗ്രാം 35 രൂപയാണ്. 150 ഗ്രാം 3 എടുത്തുകൂടെ? 150 രൂപയായി. അല്ല 334 രൂപയായി. സോറി കേട്ടോ. അപ്പോൾ പിന്നെ ചീസിൻ്റെ വില നല്ല പ്രൈസാണ്. ഞാൻ പിന്നെ നോമ്പും റമദാനൊക്കെ ആയതുകൊണ്ട് ചീസൊക്കെ കൂട്ടി രാത്രി കഴിക്കാൻ, സ്റ്റുഡൻറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ പാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഇത് 6 സ്ലൈസ് ഉണ്ട്. 6 സ്ലൈസിന് 120 150 രൂപയാണ് 6 സ്ലൈസ് വെറും. പിന്നെ ഒരു ചെറിയൊരു നോ ഷുഗറിൻ്റെ പ്രോട്ടീൻ ബാർ പോലത്തെ ഒരു സാധനം വാങ്ങിച്ചായിരുന്നു. അതിനും ഉണ്ട് ഏകദേശം 120 രൂപ ചെറിയൊരു സാധനം. അപ്പോൾ ഇത് ഞാൻ ഇത്ര സാധനങ്ങൾ ഞാൻ ഫ്രഷ്കോ എന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ നിക്കോറ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അത് ഞാൻ ടിഷ്യൂ പേപ്പർ വാങ്ങിച്ചു. ടോയ്ലറ്റ് പേപ്പർ ഉണ്ടല്ലോ, ടോയ്ലറ്റ് പേപ്പർ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചായിരുന്നു. അത് 4 റോളുണ്ട്. 4 റോള് വരുന്നത് 4.50 150 രൂപ അടുപ്പിച്ചുണ്ട് 4 റോള്. പിന്നെ നമുക്ക് സോസ് വാങ്ങിച്ചായിരുന്നു. ഇത് 100 രൂപയാണ്. ഇത് എത്ര ഗ്രാം എന്ന് ചോദിച്ചാൽ ഒരു 200 ഗ്രാം 100 രൂപ. പിന്നെ ഞാൻ വേറെ കടയിൽ വന്ന് പാല് വാങ്ങിച്ചു. ഇത് ഓഫറിന് കിട്ടി, എന്നാലും 120 രൂപയാണ്. 2 പാല് 120 രൂപ. പാലിന് 120 രൂപ. നമ്മളെ നാട്ടിൽ 20, 23, 24 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നോക്ക് എത്ര രൂപയാണ്. പിന്നെ റൈസ്, നമ്മളെ നാട്ടിലെ ബസ്മതി റൈസ് ഇവിടെ കിട്ടും. അത് ഏകദേശം 9 ജെല്ലാണ്. 9 ജെല്ലെന്ന് പറയുമ്പോൾ 300 രൂപ അടുപ്പിച്ചുണ്ട് ഇവിടുത്തെ. ഇത് അപ്രോക്സ് പറയണമെങ്കിൽ ബസ്മതിയുടെ വില. പിന്നെ നമുക്ക് നോക്കാനാണെങ്കിൽ എഗ്സ് ഞാൻ വേറെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അത് നിങ്ങൾ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ എഗ്സാണ്. ഇതിന് എഗ്ഗിൻ്റെ വിലയാണ് വൻ വില. അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിനെ നമ്മൾ സ്വർഗം പോലെ കാണണം. ബിക്കോസ് ഇത് 6 ജെല്ലാണ്. 6 ജെല്ലെന്ന് പറയുമ്പോൾ ഏകദേശം 200 രൂപ അടുപ്പിച്ചോളം ഉണ്ട് ഒരു മുട്ട, 10 മുട്ട. അത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും. ആൾക്കാർ ഓരോന്നാണ് പറയുന്നത്. വില കുറവാണ്, ഇവിടെ താമസിക്കാൻ പറ്റും. എനിക്ക് ഇത് പാടായിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മളെ തൈര്
തൈര് വില കുറവാണ്, ഒരു 70 രൂപ തൈര്. എന്നാലും 70 രൂപയാണ്, നമ്മുടെ നാട്ടിൽ അത്രയൊന്നുമില്ല, എന്നാലും ഓക്കെ അങ്ങനെ പറയാം. പിന്നെ ഞാൻ മയണൈസ് ഒന്ന് വാങ്ങിച്ചായിരുന്നു. മയണൈസിൻ്റെ വില ഇത് പിന്നെ ഓഫറിന് കിടന്ന് അതുകൊണ്ട് എടുത്തതാണ്. 100 രൂപ. ഇത് കുറച്ച് ഗ്രാം ഉണ്ട്, ഇത് 400 ഗ്രാം 100 അങ്ങനെ കിട്ടും. പിന്നെ നമ്മളെ ജിമ്മിൽ പോകണോണ്ട് എന്തായാലും ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, പീനട്ട് ബട്ടർ. അപ്പോൾ ഇത് നോ ഷുഗറാണ്. ഇതിന് പറഞ്ഞത് നല്ല പ്രൈസാണ്. ഇതിന് പറഞ്ഞത് 350 രൂപ ആ ഒരു 400 ഗ്രാമിൻ്റെ സാധനം. പിന്നെ ഒരു കടയിൽ നിന്ന് കൂടെ നമ്മൾ വാങ്ങിച്ചായിരുന്നു. പിന്നെ ജസ്റ്റ് വാങ്ങിച്ചത് ഇവിടുത്തെ ലേസ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി. ഇവിടുത്തെ ലേസ് നാട്ടിലെ ലേസിനെക്കാട്ടി ഡിഫറെൻ്റ് ആണ്, കണ്ടല്ലോ. ലേസിൻ്റെ വില നിങ്ങൾ തന്നെ ഞെട്ടും. എത്ര ആയിരിക്കും? നിങ്ങളെന്തായാലും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 260 രൂപയാണ് ഈ ലേസിൻ്റെ വില. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതുണ്ട്, ബ്രെഡ് 70 രൂപ ഇത്രയും ഇത് കിട്ടും. ഇത് റൈ ബ്രെഡ് ആണ്, അതുകൊണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള. അല്ലാത്തതൊക്കെ നമുക്ക് 40 രൂപയ്ക്ക് കിട്ടും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ട ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചായിരുന്നു. ഇതും സെയിം റേറ്റാണ്, 200 രൂപ. പിന്നെ കുബൂസ് വാങ്ങിച്ചായിരുന്നു. അത് വേറൊരു അറബിക് കട ഉണ്ട് ഇവിടെ. അതൊരു 4 എണ്ണം, നോമ്പൊക്കെയായതുകൊണ്ട് 4 എണ്ണം കൂടെ ഏകദേശം 200-230 രൂപ വരുന്നുണ്ട്. അല്ലല്ല, കൂടും, ഒരു 500 രൂപ അടുപ്പിച്ചുണ്ട് ഇത് 4 എണ്ണം വാങ്ങിച്ചപ്പോൾ, 4 കുബൂസ്. പിന്നെ ഡേറ്റ്സ് മറ്റേ ഫില്ല് ചെയ്ത സാധനം നാട്ടിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് അവർ വിൽക്കുമായിരുന്നു. ഇതിന് തന്നെ 10, ഇത് 320 രൂപ. കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ, അതിന് തന്നെ എത്ര വില ഉണ്ട്. പിന്നെ ചിക്കൻ വാങ്ങിച്ചായിരുന്നു. എന്തായാലും നമ്മൾ ചിക്കൻ വയ്ക്കണമല്ലോ. ചിക്കൻ്റെ വില 1 കിലോ ഇവിടെ വരുന്നത് 700 രൂപയാണ്. നിങ്ങൾ നോക്കുമ്പോൾ നാട്ടിലെ മട്ടൻ്റെ വിലയാണ് ഇതിന് പറഞ്ഞത് ഏകദേശം. ഞാൻ നോക്കിക്കോ എങ്ങനെയാണിത്, അത്ര പ്രൈസാണ്. പിന്നെ ഇത് വാങ്ങിച്ചായിരുന്നു, കടല. ഇവിടെ കടല ടിന്നിൽ കിട്ടും. അപ്പം അത് 120 രൂപയാണ് നാട്ടിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ടോട്ടൽ ഞാൻ നിങ്ങൾക്ക് ബില്ല് കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ 45 ജെല്ലായി. 45 ജെല്ല്. ഇത് മൊത്തം ഞാൻ എത്ര രൂപയെന്ന് പറഞ്ഞുതരാം. ഇതാ 45 ജെല്ല്, നിങ്ങൾക്ക് കാണാതിരിക്കും. ഇതാ ഇവിടെ 45 ഓഫറും പോയിട്ട്. പിന്നെ വേറൊരു കടയിൽ നിന്ന് ഞാൻ ഫ്രഷ്കോന്ന് വാങ്ങിച്ചതാണ്. ഫ്രഷ്കോന്ന് വാങ്ങിച്ചത് 70, കാണാതിരിക്കും, 70 45 നിങ്ങൾ നോക്കണം. പിന്നെ ഞാൻ വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ച്, അത് ഏകദേശം 11 ജെല്ല്. ഇപ്പോൾ 70, 45, 115, ഏകദേശം ഒരു 127 ജെല്ല് ഈ കടകളിലെ സാധനം പ്ലസ് നമ്മളെ കുബൂസും ആ സാധനവും ഒരു 30 ജെല്ലായിരുന്നു. അപ്പോൾ ഒരു 160 ചിക്കൻ, എല്ലാം കൂടെ ഒരു 180 ജെല്ല് ആയി. ഇത്ര സാധനം വാങ്ങിച്ചപ്പോൾ ഇവിടുത്തെ വില ഞാൻ ആലോചിച്ച് നോക്കണം. 180-200 ലാറിയോളം അടുപ്പിച്ചായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. അപ്പോൾ എങ്ങനെ പോയാലും ഇവിടുത്തെ സാധനത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാട്ടിൽ 6000-6500 രൂപ വരെ അടുപ്പിച്ച് അപ്രോക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം ഇത്ര സാധനം ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. ഇതൊരു 10 ദിവസം പോകാതിരിക്കും, അല്ലാതെ ഇവിടെ ഭയങ്കര പാടാണ്. അപ്പോൾ നിങ്ങൾ തന്നെ എന്തായാലും കമൻറ്റ് ചെയ്യും, ഇതെല്ലാം കേട്ടിട്ട് എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക്. ഇതെല്ലാം വില കുറവാണോ ജോർജിയയിൽ, അതൊക്കെ നാട്ടിലെ അപേക്ഷിച്ച് കൂടുതലാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും നല്ല സീനാണ്. കുറേ സാധനങ്ങൾ ഞാൻ എന്തായാലും വീട്ടിൽ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് ലാസ്റ്റ് ഇവിടെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വില കുറവാണോ അല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ജോർജിയയിൽ ഞാൻ ഇപ്പോൾ കാണിച്ചതിൽ നാട്ടിൽ വെച്ച് അപേക്ഷിക്കുമ്പോൾ വില കുറവാണോ അല്ലയോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. കാരണം നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു റേറ്റ് നാട്ടിൽ വെച്ച് നോക്കാം. പിന്നെ ഇവിടെ വരാൻ ആരെങ്കിലും നിൽക്കണമെങ്കിൽ അവർക്കും മനസ്സിലാവും, കുറച്ച് കംഫർട്ടാണ്. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് കുറച്ച് ലേറ്റായി വീഡിയോ വരാൻ, മിക്കവാറും രാത്രിയാവും. ബിക്കോസ് ഞാൻ ഇത്ര ലേറ്റായി പോയി, സാധനമൊക്കെ വാങ്ങിച്ച് മുടിയൊക്കെ വെട്ടിയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. നാളെ മുതൽ എന്തായാലും കറക്റ്റ് സമയത്ത് വരും. നിങ്ങളെല്ലാം ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.